നമസ്കാരം. മലപ്പുറത്തുകാർക്കെതിരെ വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം നിലമ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളായിട്ടും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലത്തിന്റെ ഒരു അംശം പോലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് ഈഴവർക്കായി ഒന്നുമില്ലെന്നും വെറും തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനവുമാണ്. അവർക്കിടയിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ഈഴവരെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളായിട്ടും അതിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും മലപ്പുറത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. പിന്നോക്ക വിഭാഗക്കാർക്ക് ഒരു പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല. തൊഴിലുറപ്പുണ്ടായിരിക്കും. ഓട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗക്കാരെന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തകർന്നടിഞ്ഞത് ഇവിടുത്തെ പിന്നോക്കക്കാരുടെ സ്വപ്നങ്ങളാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഓട്ടും പിടിച്ച് പോയാൽ പിന്നെ ആലുവ മണപ്പുറത്തെ പരിചയം പോലും ആളുകൾ കാണിക്കാറില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. പല സാമുദായിക സംഘടനകളിലും സംഘടിച്ചു നിന്ന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നു. എന്നാൽ SNDP അതിൽ നിന്ന് പിന്നോട്ടു പോവുകയാണ്. സംഘടന ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ലെന്ന വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം മുനമ്പം പോലുള്ള പ്രശ്നം സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും ആവർത്തിക്കപ്പെടാമെന്നും ന്യൂനപക്ഷം സംഘടിതരായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വഖഫിൽ BJPയെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് പ്രധാനമെന്നും അവരെ സേവിക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. CPMഉം കോൺഗ്രസും ചെയ്തത് എന്താണെന്ന് പാർലമെന്റിൽ കണ്ടതാണ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. വഖഫ് ബിൽ പാസാക്കിയത് നല്ലതാണെന്നും ബില്ല് മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ട്. മുനമ്പത്ത് അത്രയും പഴക്കമുള്ള ഭൂമിയിൽ നിന്നും താമസക്കാരെ ഇറക്കി വിടുന്നത് ശരിയല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെന്ന് തെളിയിച്ചു. അതിനെ ചെറുതായി കാണരുതെന്നും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എതിരല്ല മുനമ്പത്ത് പോയി പ്രസംഗിച്ചവരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു എന്ന് വെള്ളാപ്പള്ളി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.